വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 15 മുതലുള്ള തിരുവചനങ്ങൾ. യേശു 3-ാം പ്രാവശ്യവും അവനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് 3-ാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചത് കൊണ്ട് പത്രോസ് ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. യേശു പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹവാത്സല്യമുള്ളവരെ, ഇന്ന് തിരുവചനത്തിലൂടെ ക്രിസ്തുനാഥൻ നമ്മോട് ഓരോരുത്തരോടും ചോദിക്കുകയാണ്, മകനെ, മകളെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസിനോട് 3 പ്രാവശ്യം ചോദിച്ച് പത്രോസിൻ്റെ ഉത്തരം കിട്ടിയപ്പോൾ ഈശോ അവനോട് പറയുകയാണ്, നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുവാൻ. പത്രോസ് 3-ാമതും ചോദ്യം കേട്ടപ്പോൾ ദുഃഖിതനായി ഒന്ന് ചിന്തിച്ചതിന് ശേഷം അവൻ പറയുകയാണ്, നീ എല്ലാം അറിയുന്നുവല്ലോ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മെ ഒരുപാട് ആളുകൾ സ്നേഹിക്കുന്നുണ്ട്, നാം ഒരുപാട് പേരെ സ്നേഹിക്കുന്നുണ്ട്. നാം എല്ലാം അറിയുന്നവരാണ്. അവർ നമ്മയെല്ലാം അറിയിക്കാറുണ്ടോ? നാം സ്നേഹിക്കുന്നവരെ അറിയിക്കാറുണ്ടോ? ഇവിടെ ഈശോയോട് പത്രോസ് പറഞ്ഞത് അവൻ്റെ പഴയ ഒരു ചരിത്രം അവൻ ഓർത്തത് കൊണ്ടാണ്. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ് ഈശോയെ മാറ്റി നിർത്തിയ, അല്ലെങ്കിൽ ഞാൻ അവനെ അറിയില്ല എന്ന് പറഞ്ഞവനെ കൊണ്ട് തന്നെ ഈശോ ഏറ്റുപറയിപ്പിക്കുകയാണ്. പത്രോസ് ഈശോയുടെ മുമ്പിൽ ഏറ്റുപറയുകയാണ്, കർത്താവേ, നീ എല്ലാം അറിയുന്നതല്ലോ. നാമും നമ്മുടെ കൂടെയായിരിക്കുന്നവരെ പറ്റി അറിയുവാൻ, മനസ്സിലാക്കുവാൻ, അവരെ കൂടുതൽ സ്നേഹിക്കുവാൻ നമ്മെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവം, നമ്മെ അറിയുന്ന ദൈവം, ഏറ്റവും കൂടുതൽ നമ്മെ സ്നേഹിക്കുന്ന ദൈവം, നമ്മുടെ കൂടെ, നമ്മുടെ ഉള്ളിലുള്ള ദൈവം നമ്മെ സ്നേഹിക്കുന്നത് പോലെ നമുക്കും ആ നല്ല ദൈവത്തെ സ്നേഹിക്കുവാനും നമ്മുടെ കൂടെ കൂട്ടിച്ചേർത്തിരിക്കുന്ന, നമ്മുടെ കൂടെയായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരെയും സ്നേഹിക്കുവാനും കരുതുവാനും നമ്മെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.